ദിവിഷ ചൂരൽമലയിൽ തിരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ്. പക്ഷേ രാവിലെ വലിയ രീതിയിലുള്ള തെരച്ചിലായിരുന്നു. കാരണം സമാനതകളില്ലാത്തൊരു ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചത്. ഏതായാലും ഇപ്പോൾ ഈ റോഡൊക്കെ തന്നെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം അങ്ങോട്ടേക്ക് മുണ്ടക്കൈ എന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ രാവിലെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതാണ്. പിന്നീട് സൈന്യമടക്കം എത്തിക്കൊണ്ടാണ് അവിടെ നിന്നും ഉള്ള ആളുകളെ പരമാവധി രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് എത്തിച്ചത്. പക്ഷേ ഇനിയും ആളുകൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയേറെ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ വാഹനങ്ങൾ നേരത്തെ വലിയ രീതിയിൽ വാഹനങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് JCB ഒക്കെ എത്തിച്ചുകൊണ്ടാണ് കല്ലുകളടക്കം മാറ്റി അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. ഇപ്പോഴേതായാലും ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. അതേസമയം പിന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന പരിശോധന നേരത്തെ തന്നെ നടത്തിയതാണ്. ആ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇനി അവിടെ ഉള്ള ആളുകൾ, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കുന്ന നടപടി, ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നാളെ പുലർച്ചെ മാത്രമായിരിക്കും ആരംഭിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല ശക്തമായ മഴ അല്പം മുമ്പ് അവിടെ ഇപ്പോൾ ഈ വൈകിയ സമയമാണ് ആരും സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഈ ചൂരൽമല ആ പ്രദേശത്ത് ജനവാസ മേഖലയിൽ കാണാതായവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തി അത് ഒരു കൃത്യമായ എല്ലാവരെ കുറിച്ചുള്ള വിവരങ്ങളെങ്കിലും അവിടെ ലഭ്യമാണോ നാട്ടുകാർക്കിടയിൽ? ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഫിലിക്സെ, ഞാൻ ചോദിച്ചത് അവിടെ ഒരുപാട് വീടുകൾ തകർന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവിടെ കാണാതായവരെ കുറിച്ചുള്ള ഒരു എല്ലാ വിവരം അവിടുത്തെ ആ നാട്ടുകാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതോ ഇനിയും ഒരുപാട് പേര് എവിടെയെന്ന ഒരു അന്വേഷണത്തിൽ തന്നെയാണോ? ദിവിഷ്, എത്ര പേര് മിസ്സിംഗ് ആയി അല്ലെ എത്ര പേരെ കണ്ടുകിട്ടാനുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കുകളില്ല. പ്രത്യേകിച്ചും പല ഇടങ്ങളിലായി ആളുകൾ കാണാതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല. പക്ഷേ നാളത്തോടു കൂടി അത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കുകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൂരൽമലയിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇനി നാളെ മാത്രമേ തിരച്ചിൽ ഉണ്ടാവുകയുള്ളൂ. നാളെ അതിരാവിലെ തിരച്ചിൽ തുടരുന്നതിനായി വിവിധ ഇടങ്ങളിൽ JCBകളടക്കം മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുപോയി സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം നാളെ അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ടതുണ്ട്, തിരച്ചിൽ ആരംഭിക്കേണ്ടതുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാണാതായവർ, ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ എത്ര പേരെ കാണാതായി എന്നെ സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഇപ്പോഴും ഇല്ല. കാരണം ആ പ്രദേശത്ത് അതീവ ദുഷ്കരം തന്നെയായിരുന്നു തിരച്ചിലെന്ന് നമുക്കറിയാം. വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് സൈന്യത്തിൻ്റെ അടക്കം സഹായത്തോടെ അവിടെ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോഴും പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയും മറ്റാരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് നാളെ കൂടി, അതായത് നാളെ രാവിലെ വളരെ നേരത്തെ തന്നെ തിരച്ചിൽ ആരംഭിച്ചുകൊണ്ട് ആ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോയി അതിലൊരു പുരോഗതി ഉണ്ടാകും. പിന്നീട് എത്ര പേരെ കാണാതായി എന്ന് സംബന്ധിച്ചൊരു വ്യക്തമായ കണക്കിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 120-ലേറെ മരണം ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും മൃതദേഹങ്ങളുണ്ട് എന്ന സംശയങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തിരച്ചിൽ, വ്യാപകമായൊരു തിരച്ചിൽ നാളെ പുലർച്ചെ മാത്രമായിരിക്കും വീണ്ടും പുനരാരംഭിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാലാവസ്ഥ കൂടി അതിന് അനുകൂലമല്ല. പ്രത്യേകിച്ച് രാത്രി സമയമാണ്. തിരച്ചിലിന് വെളിച്ചം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒപ്പം തന്നെ കാലാവസ്ഥ, പ്രത്യേകിച്ചും ഉരുൾപൊട്ടലുണ്ടായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വീണ്ടും അതിന് ഒരുപക്ഷെ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏതായാലും തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ ഉപകരണങ്ങൾ, അതായത് നാളെ അതിരാവിലെ തിരച്ചിൽ തുടരുന്നതിനുള്ള ഉപകരണങ്ങൾ, മണ്ണുമാന്തി യന്ത്രമൊക്കെ തന്നെ പലയിടങ്ങളിലായി സജ്ജീകരിച്ച് നിർത്തി കൊണ്ട് ഈ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അവർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഏതായാലും നാളെ പുലർച്ചെ ആരംഭിക്കും. കാണാതായവർ എത്ര ഉണ്ട്, മരണം എത്രയുണ്ട് എന്ന് കൃത്യമായ ഒരു കണക്കിലേക്ക് എത്തുക നാളെ മാത്രമായിരിക്കും. കാരണം കുറച്ചുകൂടി ഈ മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിൽ കുറച്ചുകൂടി തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പല ഭാഗങ്ങളിൽ പരമാവധി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും പലയിടങ്ങളിലും എത്താനുണ്ട്. പല ഇടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയം, അല്ലെങ്കിൽ മൃതദേഹങ്ങളുണ്ടോ എന്ന സംശയം അടക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പരിശോധന സംബന്ധിച്ചേ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് മറ്റിടങ്ങളിലേക്ക് പല ശരീരാവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട്
എത്ര മരണം സംഭവിച്ചു എന്ന കൃത്യമായ കണക്കിലേക്കും എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്ന കണക്കിലേക്കും കുറച്ചുകൂടി നാളെയെ അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുള്ളൂ. ഏതായാലും നാളെ പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം ആളുകൾ ഉണ്ട്. ഒപ്പം ഈ പറയുന്ന ആശുപത്രികളിൽ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ തന്നെ നിരവധി പേർ ചികിത്സയിലുണ്ട്. അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവരുടെ ഉറ്റവരെവിടെയുണ്ട് എന്ന് അവർക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ വിയോഗം സംഭവിച്ചവരെ പിന്നീട് നേരിൽ കാണാൻ പോലും കഴിയാത്ത അത്ര രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റ് നിരവധി പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. അപ്പോൾ അവർക്കും വലിയ ആശങ്കയുണ്ട്. വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക എന്നതും വളരെ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമാണ്. സ്വന്തമായി ഉണ്ടായിരുന്ന വീടോ സ്ഥലമോ ഒന്നും തന്നെ ഇല്ല. ആ പ്രദേശം തന്നെ ഇപ്പോൾ കാണാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശങ്ക ആളുകൾക്കും ഉണ്ട്. ഏതായാലും തിരച്ചിൽ നാളെ രാവിലെ പുനരാരംഭിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഏതാണ്ട് ഒരു 80% നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. പക്ഷേ അതേസമയം അത് പൂർണ്ണതോതിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പുലർച്ചെ തന്നെ ആ തിരച്ചിൽ ആരംഭിക്കും.